ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ വീണ്ടും ട്രംപിലേക്ക് വരികയാണ്. ട്രംപിന്റെ മണ്ടത്തരങ്ങൾ, ട്രംപ് എന്ന് പറയുന്ന പോങ്ങൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പാം കേട്ടോ. ട്രംപ് ഇപ്പോ പാകിസ്ഥാനുമായിട്ടൊരു എണ്ണ വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്ന്. ആ കാലം വിദൂരമല്ല എന്നാണ് പറയുന്നത്. ചിരിക്കണോ കരയണോ എനിക്കറിയില്ല. ഇയാളുടെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന് സത്യം പറഞ്ഞാൽ ഇയാളുടെ തലയ്ക്ക് ഓളമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെയുള്ള ട്രംപ് വാദികളൊക്കെ പറയുന്നില്ല, ട്രംപ് ഒരു വലിയ മനുഷ്യനാണ്, അദ്ദേഹത്തിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യയും യു എസുമായിട്ടുള്ള വ്യാപാര കരാറിന്റെ പാളം തെറ്റി എന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വത്വത്തെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ഒരു കുട്ടപ്പൻ ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടോ, ഇന്ത്യയിലെ കർഷകരെ തകർക്കാൻ നരേന്ദ്രമോദി കൂട്ടുനിൽക്കുന്നു, ട്രംപിന്റെ വിപണിയെ ഇന്ത്യയിലേക്ക് കയറ്റിവിടാനുള്ള സെറ്റപ്പാണ് ഈ മോദി ഒരുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടു. അത് ആ കുട്ടപ്പൻ ചേട്ടൻ ഇതിനെ കുറിച്ചുള്ള വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇന്റർനാഷണൽ സബ്ജക്റ്റിലൊക്കെ ആധികാരികമായിട്ട് പണ്ടത്തരം പറയുന്ന ഒരു ചേട്ടനാണ്. അതും പോട്ടെ. ഇപ്പോ ട്രംപ് പറയുന്നത് ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളത് കൊണ്ട് ട്രംപ് പറയുന്നത് ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ് വ്യവസ്ഥയില്ലേ, ഞാനൊരു സത്യം പറയട്ടെ, അത് മരവിച്ച സമ്പദ് വ്യവസ്ഥ, അത് കൊള്ളത്തില്ല, മോശമാണ്. 100 ദിന കർമ്മ പരിപാടി ഉണ്ടല്ലോ, അപ്പൊ ജനങ്ങൾക്ക് മുമ്പിൽ അത് പറയാം. അപ്പൊ നമ്മൾ അവരുമായിട്ട് വ്യാപാരം നടത്തുന്ന ഈ മോശം 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 എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ട്രംപ് നമുക്ക് താരിഫ് ഏർപ്പെടുത്തി, താരിഫ് ബോംബ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ മറ്റൊരു വലിയ നടപടി എടുത്തിട്ടുണ്ട്. 6 കമ്പനികൾക്ക് ട്രംപ് ഉപരോധം ഏർപ്പെടുത്തി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങൾ പാകിസ്ഥാനുമായിട്ടാണ് ഞങ്ങളുടെ സംഭവങ്ങളും സെറ്റപ്പുകളും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇയാള് മറ്റേ അന്യൻ സിനിമ കണ്ടിട്ടില്ലേ, ഉണക്ക് ധൈര്യം இருந்தா அந்த 5 കൊലയും പണ്ണതേണ്ട എന്താ എന്നെ വെളിയെ വിട്ടിടുങ്കോ അമ്പിയെ വെളിയെ പോവുക എന്നൊക്കെ പറയുമ്പോൾ വിക്രമിന്റെ ഒരു പ്രകടനം ഉണ്ടല്ലോ, അതുപോലെ ഇയാളുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. ഇന്ത്യയുമായി ചർച്ച നടത്തരുത് എന്ന് പറയും. എന്നിട്ട് ഇയാള് പിന്നെ അടുത്തത് പറയുന്നത് എങ്കിലും ഞങ്ങൾ ഇന്ത്യയുമായി ഇപ്പോൾ ചർച്ച തുടരുകയാണ്. ഇന്ത്യക്ക് 25% താരിഫ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. 25% താരിഫ് അടിച്ചു കൊടുത്തെങ്കിലും ഇന്ത്യ ഇപ്പോഴും ഞങ്ങളുടെ ഈ വ്യാപാര കരാർ അംഗീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രിക്സിൽ അംഗമാകുന്ന ഇന്ത്യയുടെ പാകപ്പിഴകൾ ഞങ്ങൾ തുറന്നു കാട്ടും എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇയാൾ പറയുന്നു പക്ഷേ ബ്രിക്സിൽ അംഗമാകുന്നതിന് പിഴകൾ ഉണ്ടാകും, അതിപ്പോ എല്ലാ രാജ്യങ്ങൾക്കും പല പല സഖ്യങ്ങളുണ്ടല്ലോ, അതിന് എല്ലാത്തിനും പിഴകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഇന്ത്യക്ക് മേലെ താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ നയം, ഇത് നമ്മൾ ഏതൊക്കെ തരത്തിൽ ബാധിക്കും? കഴിഞ്ഞ 1 മാസത്തിലേറെ കാലമായിട്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ ഈ കരാറിനെ കുറിച്ച് തന്നെയായിരുന്നു. പഴയ നമ്മുടെ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, നമ്മുടെ പഴയ വീഡിയോസ് പരിശോധിച്ച് ഇത് തന്നെയുള്ളൂ. ഒടുവില് എനിക്ക് തോന്നുന്നു ഞാനാണ് ധനുഷിന്റെ അടുത്ത് പറഞ്ഞത് ഇനി ഇങ്ങനത്തെ സബ്ജക്റ്റ് കൊണ്ട് വരരുത്, ഞാൻ തന്നെ മടുത്ത് എന്ന് പറഞ്ഞത്. പക്ഷെ ആ സബ്ജക്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഓഗസ്റ്റ് 1 മുതൽ ട്രംപ് താരിഫ് ചുമത്തും എന്ന്, നമുക്ക് മാത്രമല്ല ചൈനയ്ക്ക് ഉൾപ്പെടെ താരിഫ് ചുമത്തും നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് എന്തുകൊണ്ട് പൊടുന്നനെ ചുമത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി മറ്റ് കാരണങ്ങളുണ്ട് അതിന്. അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ട്രംപ് പുട്ടിനൊരു അന്ത്യശാസനം നൽകിയിരുന്നു. 50 ദിവസത്തിനുള്ളിൽ നിങ്ങൾ യുദ്ധം നിർത്തണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആകപ്പാടെ ഞങ്ങൾ വരിഞ്ഞു മുറുക്കും, നിങ്ങളുടെ കയ്യിൽ നിന്ന് എണ്ണയും മറ്റുമൊക്കെ മേടിക്കുന്നവരെ ഞങ്ങൾ വലിയ താരിഫ് അടിച്ചു കൊടുക്കും എന്നുള്ള എല്ലാ രീതിയിലും വരിഞ്ഞു മുറുക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഇന്നലെയോ മിനിഞ്ഞാന്നോ അദ്ദേഹം വീണ്ടും ഒരു അന്ത്യശാസനം കൊടുത്തു. 50 ദിവസം എന്ന് ഞാൻ അപ്പം പറഞ്ഞത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, പകരം ഇനി നിങ്ങൾക്ക് കേവലം 16 ദിവസം മാത്രമേ തരാൻ കഴിയൂ, 16 ദിവസങ്ങളിൽ യുദ്ധം അവസാനിപ്പിക്കണം. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കണം, ഞെരുക്കണമല്ലോ. ഒരു രാജ്യം കൂടുതൽ ഞെരുക്കം വരുമ്പോഴാണല്ലോ അവർ പെട്ടെന്ന് എന്നാ പിന്നെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്, എന്നാ പിന്നെ നിർത്തിയാക്കാൻ പണി എന്ന് വിചാരിക്കണമല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 25% താരിഫ് ഏർപ്പെടുത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അടുത്ത മാസം, ഈ വരുന്ന മാസം ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയെ വെച്ച് ഈ വ്യാപാര കരാറിന്റെ 6ാം വട്ട ചർച്ചയ്ക്കായിട്ട് അമേരിക്കൻ സംഘം വരാനിരിക്കുമ്പോഴാണ്, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരു നടപടി എന്തായാലും ഉണ്ടാകില്ല, അത് വരുന്നതിന് മുമ്പാണ് ഈ താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം 2 രീതിയിലുള്ള പ്രഷറാണ്. ഒന്നൊരു വിലപേശൽ തന്ത്രത്തിന്റെ ഭാഗം, രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യയുമായിട്ടുള്ള പ്രശ്നത്തിന്റെ ഭാഗം. അത് ഒരു വഴിക്ക് കിടക്കുന്നു. രണ്ടാമത്തേത് പിന്നെ ഒരു ഗുണ്ട് പൊട്ടിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ എണ്ണ ഖനനത്തിന് US-ലെ ഒരു കമ്പനിയുടെ പേര് പറയുന്നില്ല, ഇനി മോളുടെ മരുമന്റെ കമ്പനിയാണോ എന്നറിയത്തില്ല, കമ്പനി ആണ് ഇത് കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഭയങ്കരമായിട്ട് എണ്ണ ഒഴുകും. കഴിഞ്ഞ മാസമാണ് പാകിസ്ഥാനിൽ എണ്ണ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഇത് ഈ കിണർ കുത്തുന്നണക്കോ കുളം കുത്തുന്നണക്കോ എണ്ണ കുഴിച്ചിട്ട് എണ്ണ വാരി എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതിന് ഖനനം നടത്തണം, അതിൽ നിന്ന് ഇത് ചെയ്തെടുക്കണം, അതിനൊക്കെ ടൈം ഒരുപാട് വേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിലുള്ള സ്ഥലത്ത് വലിയൊരു എണ്ണ ശേഖരം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം മുതൽ അവിടെ പോയിട്ട് ബക്കറ്റിൽ അത് കോരി എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഇത് ഒരുപാട് പ്രക്രിയകൾ ഇതിനകത്തില്ലേ.
അപ്പൊ എന്തായാലും കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് ഒരു 3-4 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്നതാണ്. ട്രംപ് പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ പിന്നെ GCC രാജ്യങ്ങളൊക്കെ വേറെ പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം പാകിസ്ഥാനിലാണ് ഏറ്റവും വലിയ എണ്ണ ശേഖരം എന്ന് വരെ പുള്ളി താങ്ങി മറിക്കുകയുണ്ടായി. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. അത് ഉള്ളതാണോ അല്ലെന്നുള്ളത് പിന്നീട് കാണാം. ട്രംപിന്റെ ഈ കാലയളവിൽ തന്നെ ഈ എണ്ണ പദ്ധതി പൂർത്തിയാകുമോ, ഇത് വല്ലതും നടക്കുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതൊന്നും നമ്മൾ പോകുന്നില്ല. ഏതായാലും അത് ഉണ്ട്, സംഭവം നടക്കട്ടെ, നല്ല കാര്യം തന്നെയാണ്. പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം അമേരിക്കയെ കൊണ്ട് കിട്ടിക്കോട്ടെ, 10 പൈസ അവർക്ക് ഉണ്ടായിക്കോട്ടെ, അവരെല്ലാം നാളെ ഷെയ്ഖുമാരാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഇനി ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രത്യാഘാതം ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഇപ്പോൾ ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. ഒന്ന്, ഇന്ത്യക്ക് കഴിഞ്ഞ ദിവസം 25% താരിഫ് അടിച്ചു തന്നു. അതുകൂടാതെ നമ്മൾ ഇറാനുമായിട്ടുള്ള വ്യാപാരം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറാനിയൻ വംശജരുമായി നടത്തിയ ബിസിനസ്സുകൾ നടത്തിയ 6 കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാഞ്ചൻ പോളിമർ അടക്കമുള്ള 6, കാഞ്ചൻ പോളിമർ ഒക്കെ വലിയ പെട്രോൾ കെമിക്സ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ കമ്പനികളാണ്. അത് UAE ബേസ്ഡ് കമ്പനിയാണ്, ഇന്ത്യക്കാരന്റെ കമ്പനിയാണ്. ആ കമ്പനി ഇറാനിയൻ വംശജന്റെ കമ്പനിയുമായിട്ട് ഇത് പിന്നെ കച്ചവടം നടത്തി. $220 മില്യൺ കച്ചവടമാണ് 2023-24 ഈ 6 കമ്പനികൾ. 6 അല്ല, അദ്ദേഹം പറയുന്നത് 10 കമ്പനികളുണ്ട്. 6 തുടക്കം എന്ന നിലയിൽ ഉപരോധം പ്രഖ്യാപിക്കുന്നു. അതായത് ഒരേ സമയം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇറാനിൽ നിന്നും നമ്മൾ എണ്ണ എടുക്കുന്നുണ്ട്, ഈ മറ്റേ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മളവിടെ ഒരുപാട് മുതൽ മുടക്കിയിട്ടുണ്ട്, നമ്മുടേതായിട്ട് ചബാർ തുറമുഖമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറാനുമായിട്ട് നല്ലൊരു റിലേഷനിൽ പോകുന്നു. അത് സമാനമായി തന്നെ നമ്മൾ റഷ്യയുമായിട്ട് നല്ല റിലേഷനിൽ പോകുന്നതാണ്. അപ്പൊ ഇത് രണ്ടും നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കുമല്ലോ ഇദ്ദേഹം ഇത് ചെയ്തത്. പിന്നെ ട്രംപിന്റെ വലിയൊരു തള്ളു പൊളിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ യുദ്ധം നിർത്തിയത് താനാണെന്നും അതിന് താൻ മുൻപോട്ട് വെച്ചത് ഞാനും ഈ 2 രാജ്യങ്ങളുമായിട്ട് ഞാൻ ഒരുപാട് വ്യാപാരം നടത്താമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തതും അന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ താരിഫ് അടിച്ച് തരില്ലായിരുന്നല്ലോ, കൂടുതൽ വ്യാപാരം നടത്താനാണെങ്കിൽ, അല്ലേ? പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ പുതിയ കരാറും കെട്ടിപ്പിടുത്തം നടത്തില്ലായിരുന്നല്ലോ, 2 രാജ്യങ്ങൾക്കും തരണ്ടേ? അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ അദ്ദേഹം യുദ്ധം നിർത്തിയത്? ഇതിൻ്റെ അത് പ്രധാന സാധനം വെച്ചാൽ, കഴിഞ്ഞ ദിവസമൊക്കെ പാർലമെന്റിൽ ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കേട്ടോ പാർലമെന്റിൽ, ട്രംപിന്റെ പേര് പറയൂ, ട്രംപിനെ തള്ളൂ, ട്രംപ് കള്ളം പറഞ്ഞെന്ന് പറയൂ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യൻ ഭരണാധികാരികളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പേരും കാര്യങ്ങളും ഉയർന്നു വന്നിട്ട് ട്രംപുമായിട്ടുള്ള കണക്ഷൻ തെറ്റിക്കുകയോ ഇല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ ക്ലിയർ ആയിട്ട് തന്നെ നരേന്ദ്രമോദി S ജയശങ്കറും പറഞ്ഞു ഇതിന് ഇടനിലക്കാരൊന്നുമില്ല. ജയശങ്കർ പറഞ്ഞു ട്രംപ് ഇത്ര ദിവസത്തിനിടയ്ക്ക് മോദിയെ വിളിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഇതോടുകൂടി തന്നെ ലോകത്ത് നോബൽ സമ്മാനം നേടാൻ പോകുന്ന ഒരു മനുഷ്യന് നാണക്കേട് ചില്ലറയൊന്നും അല്ല ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കലിപ്പും ഉണ്ട്. അങ്ങനെ എല്ലാ കലിപ്പും ഉണ്ട് ഈ 25% അപ്പൊ ഏതാണ്ട് ഒരു 15% റഷ്യയുമായിട്ടുള്ള കലിപ്പും 5% ഇറാനോടുള്ള കലിപ്പും ബാക്കി 5% ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ ഇങ്ങനെ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കലിപ്പും. അങ്ങനെയാണ് 25% എന്നാണ് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ. ഈ കലിപ്പിന് വെച്ച് അടിച്ചു തന്ന. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ച് ബാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ ബാധിക്കും, ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മളുടെ ഫാർമസ്യൂട്ടിക്കലും ഇലക്ട്രോണിക്സും രത്നങ്ങളും ആഭരണങ്ങളും തുണിത്തരങ്ങളും അടക്കം നമ്മൾ 2023-24 നമ്മൾ 18%, ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 18% നമ്മൾ US-ലേക്കായിരുന്നു നടത്തിയത്. അവരാകട്ടെ 4.6% ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണ്. ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു അത്രയും കൂടാനുള്ളൊരു കാരണം വെച്ചാൽ നമ്മൾ ഈ പെട്രോൾ കെമിക്കൽസ്, അത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കയറ്റി അയച്ചിരുന്നു. പെട്രോളിയം ഉൽപ്പന്നം നമ്മൾ കയറ്റി അയക്കാൻ കാരണം നമ്മുടെ പരമ്പരാഗത ഉൽപ്പന്നമല്ല പെട്രോളിയം ഉൽപ്പന്നം. പകരം റഷ്യയിൽ നിന്നും വലിയ രീതിയിലുള്ള ക്രൂഡ് ഓയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളത് സംസ്കരിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുത്തു, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൊടുത്ത കൂട്ടത്തിലാണ് അമേരിക്കയ്ക്ക് കൊടുത്തത്. കാരണം അത് ശാശ്വതമായ ഒരു ബിസിനസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഇപ്പം സൗദി അറേബ്യ UAE ഒക്കെ ആ ബിസിനസ് നടത്തി കഴിഞ്ഞാൽ അത് പെർമനന്റ് ബിസിനസ് ആണെന്ന് പറയാൻ പറ്റും. കാരണം അത് അവരുടെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. ഇത് വേറൊരിടത്തുനിന്ന് ചുടുവിലയ്ക്ക് എണ്ണ കിട്ടിയപ്പോൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അത് ഉൽപ്പന്നങ്ങളാക്കി അമേരിക്കയ്ക്ക് കയറ്റി അയച്ചതോട് കൊണ്ടാണ് ഇത്രയും രീതിയിലുള്ള കയറ്റുമതി വർധനവ് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിലും താന്നു നിന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിനിടയിൽ ഇതൊരു 2 രീതിയാണ് ഇപ്പോൾ ട്രംപ് അവലംബിക്കുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഇറാനെ റഷ്യയെ ഇന്ത്യ സഹായിക്കുന്നു, അത് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭീഷണി. ഒപ്പം ബ്രിക്സിനെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം ശപഥമെടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ ബ്രിക്സിനെതിരായിട്ടുള്ള ഒരു യുദ്ധകാഹളത്തിന്റെ ഭാഗമായിട്ടാണ് ആ ബ്രിക്സിന്റെ ഏറ്റവും ശക്തനായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയാണ്. ഈ ശക്തമായ രാജ്യം എന്ന് പറയുമ്പോൾ സൈനികപരമായിട്ട് ഉള്ള ശക്തി മാത്രം, സാമ്പത്തികവും കൂടെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇന്ത്യയാണ് ആ കൂടുതൽ, ഇന്ത്യയും ചൈനയുമാണ് അത് പ്രധാന നട്ടെല്ലെന്ന് പറയുന്നത്. അപ്പൊ ചൈനയ്ക്കെതിരെ നാളെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല.
അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. രണ്ടാമത് ഇദ്ദേഹം ചർച്ചയ്ക്കായി വരുന്നുണ്ട് ഇവരുടെ ഗ്രൂപ്പ് അടുത്ത മാസം ഈ വ്യാപാര ചർച്ച വീണ്ടും തുടരാൻ. അതാണ് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ വ്യാപാര ചർച്ച തുടരും, ഞങ്ങൾ ഒപ്പിടുമെന്നാണ് അവർ കരുതുന്നതെന്ന്. പക്ഷെ ഇന്ത്യ ഇന്നലെ കൃത്യമായി തന്നെ അതിന് മറുപടി കൊടുത്തു. ഇന്ത്യ പറഞ്ഞത്, ഞങ്ങളുടെ ദേശീയ വികാരത്തിന് എതിരായിട്ട് ഒരു നടപടിക്കും മുട്ടിലെഴയാനും ഞങ്ങളില്ല. ഞങ്ങളുടെ ഈ കടന്നു കയറാൻ കഴിയാത്ത മേഖലകൾ കടന്നു കയറാൻ കഴിയാത്തവ തന്നെയാണ്. കാർഷിക മേഖലയായാലും ക്ഷീര കർഷക മേഖലയായാലും ഒക്കെ അത് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതിനു മുമ്പ് കഴിഞ്ഞ 5ാം ചർച്ചയിൽ, നമ്മൾ മുമ്പ് നടത്തിയ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ ചില ടാക്സ് ഇളവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് പ്രത്യേകിച്ച് അവരുടെ കാർ വിപണിക്കൊക്കെ സഹായകരമാകുന്ന ഒരു താരിഫിലേക്ക് ചർച്ച എത്തിയതാണ്, അവരുടെ മറ്റുൽപ്പന്നങ്ങളിലേക്ക് ചർച്ച എത്തിയതാണ്. പക്ഷെ ഇവിടെ ഈ പാലുൽപ്പന്ന മേഖലയിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. കാർഷിക മേഖലയിലേക്ക് ഫുള്ള് തുറന്നു കൊടുക്കാൻ കഴിയില്ലെന്നും പറഞ്ഞിരുന്നു. ആ നിലപാട് തന്നെ ഇന്നുമുള്ളൂ. ഇങ്ങനെ ഒരു വെർട്ടിഫിക്കേഷനിലേക്ക് പോകുന്നു. അത് ഇന്ത്യ എത്രത്തോളം കേൾക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം ഇതിനു മുമ്പ് അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ്. നമ്മുടെ വാജ്പേയിയുടെ കാലത്ത് അണുപരീക്ഷണം നടത്തിയതിന് പിന്നാലെ വലിയ ഉപരോധമായിരുന്നു. ആ ഉപരോധത്തെ കൊണ്ട് അതിനെയും അതിജീവിച്ച് വന്നവരാണ് ഇന്ത്യ. അതിനുശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അതിജീവിച്ച് വന്ന ഒരു സമൂഹമാണ്. അവിടെ ഈ ഒരു ഉപരോധം കൊണ്ട് ഇല്ലെങ്കിൽ ഈ ഉപരോധമല്ല, ഈ താരിഫ് കൊണ്ട് എന്ത് ട്രംപ് നേടും എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഏതാണ്ട് ഇതിനൊക്കെ അടുത്ത് തന്നെയുള്ള താരിഫുകളാണ് ഇപ്പോൾ ഈ ജപ്പാനും വിയറ്റ്നാമിനും ഒക്കെ അടിച്ചു കൊടുത്തിരിക്കുന്നത്. 19%, 25 ഒരു 6% കുറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ മറ്റു പലതരം വ്യത്യാസങ്ങൾ വരും. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും ഈ പ്രഷർ എത്രത്തോളം എഫക്ട് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇന്ത്യയുടെ നിലപാട് പറഞ്ഞ സ്ഥിതിക്ക് മുട്ടിലെഴയാനും പോകുന്നില്ല, കുമ്പിടാനും പോകുന്നില്ല എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. ഇതിനിടയ്ക്ക് ഇന്ത്യ അത് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ചൈന അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് എത്തിയിട്ടുണ്ട്. ചൈന പറഞ്ഞത്, ഞങ്ങൾക്കും വലുത് ഞങ്ങളുടെ ദേശീയ വികാരമാണ്, ഞങ്ങളുടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് നിൽക്കാൻ, വിട്ടുവീഴ്ചയ്ക്കൊന്നും ഞങ്ങളില്ല. പിന്നെ ഈ ഭീഷണിയും ബലപേശലും കൊണ്ട് ആരും ഒന്നും നേടില്ല, എല്ലാവർക്കും നഷ്ടം മാത്രമേ വരൂ. ശരിയാണ്, നമ്മൾ കയറ്റുമതി നമുക്ക് നഷ്ടം വരുമ്പോൾ അവർക്ക് ഇറക്കുമതിയിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ഒരു കൂട്ടർക്ക് മാത്രം എല്ലാം എന്നുള്ള രീതിയിലേക്ക് പോകാതെ, ഇപ്പൊ UK നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് ഒരു ഫ്രീ ട്രേഡിങ് നമ്മൾ കരാർ ഒപ്പുവെച്ചത് അല്ലെ? വളരെ ഭംഗിയുള്ള ഒരു കരാർ എന്ന് തന്നെ എല്ലാവരും വാഴ്ത്തുന്ന കരാർ. അതിനകത്ത് ആർക്കും നഷ്ടമില്ല, UK നഷ്ടമില്ല, ഇന്ത്യക്ക് നഷ്ടമില്ല, പോകുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ ഇന്ത്യയെ കുറിച്ച് പറയുന്നത്, ഇന്ത്യ ഒരു താരിഫ് ചെകുത്താനാണെന്നാണ് പറയുന്നത്. വലിയ രീതിയിൽ താരിഫ് അടിച്ച്, ഒരുപക്ഷെ അത് ശരിയാകാം, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഇപ്പോൾ നമ്മുടേതായ വിപണിയിലേക്ക് കടന്നു കയറാൻ കഴിയുന്ന വസ്തുക്കൾക്ക്, പ്രത്യേകിച്ച് ഈ കാർ വിപണിയിൽ എന്നൊക്കെ പറഞ്ഞ ഇലക്ട്രിക്കൽ കാർ വിപണിയിലേക്കൊക്കെ കടന്നു കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ വലിയ താരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ ഏകദേശം കോംപ്രമൈസ് ആയതാണ് 5ാം വട്ട ചർച്ചയിൽ. അവസാനവും ഈ പാലിലും നമ്മുടെ ചണത്തിലും ചോളത്തിലും തട്ടിയാണ് ആ ചർച്ച നിന്നുപോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇതിങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ധനുഷ് പറഞ്ഞതുപോലെ ട്രംപ് ആയതുകൊണ്ട് ഇനി അടുത്ത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എണ്ണയും മറ്റൊക്കെ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഞങ്ങൾ 500% തീരുക എന്ന് പറഞ്ഞിടത്തു നിന്ന് ഇപ്പം 100% തീരുക എന്നുള്ള പുതിയൊരു പ്രഖ്യാപനം കൂടെ അദ്ദേഹം ഇന്നലെ നടത്തി. ഇനിയിപ്പോ ഇന്ന് എന്താണ് അല്ലെങ്കിൽ നാളെ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് ബാക്കിയുള്ളത് നമുക്ക് സംസാരിക്കാം. അപ്പൊ ഏതായാലും ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ പോകുന്നത്.